ക്രിസ്മസിനൊക്കെ ടേബിളിൽ വെക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിൽ ഡെക്കോർ കണ്ടാലോ. അതിനായിട്ട് ഞാനൊരു കേക്ക് ബേസ് പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുറത്ത് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റമാണ്. പിന്നെ അതിനകത്ത് ഞാനൊരു ക്യാൻഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10 ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ബോൾസ് ആക്കി വെച്ചിട്ട് ഇതിൻ്റെ പൊക്കത്താണ് നമ്മളിനി ഫ്ലവേഴ്സും അതുപോലെ തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഈ ഡെക്കോറിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പ്ലംസും അതുപോലെ തന്നെ കുറച്ച് ലീവ്സും, അത് ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോട്ട് ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ഒരു ക്രിസ്മസ് കോമ്പിനേഷൻ തന്നെ ഒരു ഗ്രീൻ, വൈറ്റ്, പിന്നെ ഗോൾഡ്, റെഡ്, ഈ ഒരു കോമ്പിനേഷനാണ്. ആ ഒരു കോമ്പിനേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഡെക്കോർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ക്യാൻഡിൽ, നിങ്ങൾക്ക് ക്യാൻഡിലിൻ്റെ പകരമായിട്ട് വേറെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഫ്ലവേഴ്സ് മാത്രം ആക്കിയാലും വെച്ചാൽ സൂപ്പറായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനൊരു ഫ്ലവർ വെച്ചപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ ഔട്ട്ലുക്ക് തന്നെ മാറി. ഇനി നമുക്ക് കുറച്ച് പോളൻസ്, അത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് പോളൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ പ്ലേസും ഒക്കെ മാറ്റാവുന്ന കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് പോളൻസ്, കുറച്ച് ഗ്യാപ്പ് കാണുന്ന സ്ഥലത്തൊക്കെ ഞാൻ കുറച്ച് പോളൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഡെക്കോർ ഏകദേശം ഒന്ന് തീരാറായിട്ടുണ്ട്. ആ ഒരു വൈറ്റ് കളർ ടിഷ്യൂ പേപ്പറിൻ്റെ കളറൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഫോം ഫ്ലവേഴ്സോ അതുപോലെ തന്നെ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് പോളൻസും ആഡ് ചെയ്തു, കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ കുറച്ച് പേൾസൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് കുറച്ച് എലഗൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ പേൾസ് ഹോട്ട് ഗ്ലൂവിൽ മുക്കി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെക്കോർ ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ ആയി. നമ്മുടെ ഫൈനൽ ഔട്ട് ലുക്ക് ഇതെങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങളും ചെയ്ത് നോക്കണം.